തെക്കുനിന്ന് വടക്കോട്ടേക്കാണ് തകരമുത്തികളുടെ യാത്ര. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കഴിഞ്ഞയാഴ്ച മുതൽ തകരമുത്തുകളെ കാണുന്നുണ്ട്. മിനിറ്റിൽ 500-ലേറെ തകരമുത്തുകളാണ് പറന്നു പോവുക. കർണാടകയിലെ മടിക്കേരിയിലും കാസർഗോഡിന്റെ മലയോര മേഖലയിലും ഈ കാഴ്ച പതിവായി. കാറ്റിൽ മഞ്ഞക്കടലാസ് പോലെ പറന്നു നടക്കുന്ന ഇവ വിശ്രമിക്കുന്നത് അപൂർവമായാണെന്ന് നിരീക്ഷകർ പറയുന്നു. ഒരാഴ്ച മുമ്പാണ് കേരളത്തിൽ സജീവമായിട്ട് ഇത് കുറെ കൂടി കൂടുതൽ നല്ല ഒരു സംഖ്യ ആയിട്ട് വരാൻ തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച മുതൽ വടകര ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലെ കൂടി ഇവിടുന്ന് വടക്കൻ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോഴും അതിൻ്റെ 2-3 ദിവസമായിട്ട് അതിൻ്റെ മൈഗ്രേഷൻ്റെ തോത് കൂടിയിട്ടുണ്ട്. അതായത് മിനിറ്റിൽ ഒരാഴ്ച മുമ്പേ മിനിറ്റിൽ വലിയപറമ്പ് പഞ്ചായത്തിലൊക്കെ കൗണ്ട് ചെയ്തത് ഒരു 300-നും 350-നും ഇടയിലാണ്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒരു 500-ഓളം മിനിറ്റിൽ 500-600 സ്പീഷീസ് എണ്ണം പറന്നു പോകുന്നതായിട്ട്. ഏപ്രിൽ അവസാനം ഊട്ടിയിൽ തകരമുത്തികളുടെ ദേശാടനം കണ്ടെത്തിയിരുന്നു. ബൈസൺ വാലിയിലും ചതുരംഗപ്പാറയിലും തകരമുത്തികളുണ്ടായിരുന്നു. മഴയ്ക്ക് മുന്നോടിയായാണ് മോട്ടിൽ എമിഗ്രന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പൂമ്പാറ്റകളുടെ ദേശാടനം കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും വ്യാപകമായ തോതിൽ തകരമുത്തുകൾ എത്തുന്നത് 10 വർഷത്തിനു ശേഷം ആദ്യമായാണെന്ന് നിരീക്ഷകർ പറയുന്നു. തകരിയും കണിക്കൊന്നയുമാണ് ഇവയുടെ ഇഷ്ടപ്പെട്ട ചെടികൾ. അവയിലാണ് മുട്ടയിടുക. ഒരിലയിൽ 10 മുട്ടകൾ വരെ ഉണ്ടാകും. അടുത്തിടെ വയനാട്ടിൽ കണ്ടെത്തിയ തകരമുത്തുകൾ തെക്കോട്ടാണ് ദേശാടനം നടത്തിയിരുന്നത്. ആനമുടി, കോയമ്പത്തൂർ, പാലക്കാട് എന്നിവിടങ്ങളിലും ഇവയുടെ ദേശാടനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് വംശം നിലനിർത്താനാണ് തകരമുത്തുകൾ കിലോമീറ്ററുകൾ നീണ്ട ദേശാടനം നടത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.